ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ മുട്ടക്കറി അല്ലെങ്കിൽ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ സവാളയാണ്. ചെറുതാണെങ്കിൽ 4 എണ്ണം എടുത്തുള്ളൂ. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ ഒത്തിരി സവാള ഉള്ളൊരു കറിയാണ്, അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ സവാള ഒത്തിരി ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല ഈ ഒരു കറിക്ക്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ആദ്യമേ ചേർക്കുന്നുണ്ട്, അതിൻ്റെ പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മസാല നമ്മൾ പിന്നീട് ചേർക്കുള്ളൂ. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഡയറക്റ്റ് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നേക്കാളും ഇതുപോലെ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ആ സവാളയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. അധികം അങ്ങ് ബ്രൗൺ കളറായി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയില്ല. നമുക്ക് നന്നായിട്ടിത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ തക്കാളിയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ടെടുക്കണം. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ തക്കാളി ഒരുവിധം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് കൊണ്ട്. എന്നാലും ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതുപോലെ ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാല നല്ലതാ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 കപ്പിനടുത്ത് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ അധികം ഗ്രേവി ആയിട്ടല്ല ഈ ഒരു കറി ചെയ്യുന്നത്, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർക്കുന്നത്. മുട്ട പുഴുങ്ങി ഈ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. പിന്നെ മുട്ട ചേർക്കുമ്പോൾ മുട്ടയിൽ 3 ഭാഗത്തും ഒന്ന് വരഞ്ഞു കൂടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ആ മസാല ഉള്ളിലേക്കൊക്കെ കയറും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മസാല നന്നായിട്ട് മുട്ടയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ തിക്കായിട്ടുള്ള മസാലയാണ് നമ്മുടെ. അപ്പോൾ കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേവി അധികം വേണമെങ്കിൽ ആ രീതിയിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. ഒന്ന് മിക്സ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. നമ്മുടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ നല്ല നാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലാ കൂടുതൽ സവാളയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ്, ചെറുതായിട്ടൊരു മധുരം കൂടെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു കറിക്ക്. ഒരു ഉള്ളിക്കറിയുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സവാള ഇങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.